ഹായ്. അവസാനം കാത്തിരിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് എമ്പുരാൻ്റെ ഈ ടീസർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് 2 മിനിറ്റ് 10 സെക്കൻഡ്, അതായത് 21 സെക്കൻഡിൽ പോസ് ചെയ്തൊരു സാധനം വിടുന്നു. മൊത്തം 2 സെക്കൻഡ് 2 മിനിറ്റ് 31 സെക്കൻഡാണെന്ന് പറയുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പരിപാടികൾ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരം. അതിൻ്റെ ഇടയിൽ ഒരാൾ ഈ അത് തെറ്റായിട്ടല്ല പറയണത്, ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയിൽ നിന്ന് വരുന്നതാണ്. കാരണം 9 മണിക്ക് വരും, 21 എന്ന് പറയുന്നത് നമ്മൾ 24 മണിക്കൂറിൽ നോക്കുമ്പോൾ 9 മണിയാണെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരുന്നു. അതുപോലെ എത്രയോ കമൻറ്റുകൾ വരുന്നു. ഒരുപാട് ആളുകൾ എന്നാണ് വരിക, ഇന്ന് വരുന്നു പറഞ്ഞേക്കുണ്ടല്ലോ. അതുപോലെ ചില ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നത് നാളെ എന്തായാലും സാധനം വരും കേട്ടോ, നാളെ 9 മണിക്ക് വരും, റിയാക്ഷൻ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ പ്രതീക്ഷകൾ ഇങ്ങനെ അടിച്ചു മിന്നി പോകണം. പറഞ്ഞിട്ട് കാര്യമില്ല. എമ്പുരാനാണ്, ലൂസിഫറിന്റെ ബാക്കിയാണ്, മോഹൻലാലാണ്, പൃഥ്വിരാജാണ്. അതിനപ്പുറത്തേക്കൊന്നും പറയണ്ടല്ലോ. എന്തായാലും ആ ഒരു പ്രതീക്ഷകൾക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് കറക്റ്റ് 26-ാം തീയതി 7 മണി കഴിഞ്ഞ് 7 മിനിറ്റുകളാകുമ്പോൾ വരും എമ്പുരാന്റെ ടീസർ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജും അതിന്റെ ടീമും ടോവിനോയും മൊത്തത്തിൽ എമ്പുരാന്റെ ടീമും തന്നെ ഒഫീഷ്യലി ഒരു പോസ്റ്റർ ഇറക്കിയിട്ട് ഇതാണ് പോസ്റ്ററിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇന്റർനാഷണൽ സ്റ്റഫ് എന്നാണ് പറയാനുള്ളത്. എല്ലാ സാധനവും ഇതിൻ്റെ ഇടയിൽ ഒരു ലേഡി ക്യാരക്ടർ പട്ടാളന്ന് വന്നിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ആവട്ടെ, എല്ലാം ഒന്നിനൊന്ന് മുകളിൽ വേറെ ലെവൽ സാധനമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിലൊന്നും നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പം ഇത് കാണുമ്പോഴാണെങ്കിലും ഈ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സൈഡിൽ ഏതോ ഒരു വൻ വാതിൽ, ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം കഴിഞ്ഞുള്ള സ്ഥലത്തേക്ക് കുറച്ച് ആളുകൾ വരുന്ന പോലത്തെ ഒരു ഫീലാണ് തന്നിട്ടുള്ളത്. അത് യുദ്ധം നടത്തിയ ആളുകൾ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഒരു ബെൻസിൻ്റെ പേരറിയാത്ത ഏതൊരു വലിയ കാറ്, പേരറിയുന്ന ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തുക, നമുക്ക് അത്ര അറിവൊന്നുമില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം, ബാക്കിൽ കുറേ ബിൽഡിങ്സ്, ഏതോ പനങ്കുലൊക്കെ പൊളിഞ്ഞ് കിടക്കേണ്ടത്. ഇത് എവിടെയാണോ, ദുബായിലാണോ, റഷ്യയിലാണോ, അത് വേറെ ഏതെങ്കിലും വലിയ രാജ്യങ്ങളാണോ, ഒരു ഐഡിയ ഇല്ല. ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫൈനലി ഈ സംഭവം 26-ാം തീയതി ടീസർ വരും. അന്ന് മിക്കവാറും യൂട്യൂബ് നിന്ന് കത്തും, സോഷ്യൽ മീഡിയ നിന്ന് കത്തും. കാരണം അങ്ങനത്തെ സാധനമാണ് വരാൻ പോകുന്നത്. ഒരു പക്ഷേ ഇത്രയും ഹൈപ്പുള്ളൊരു സാധനം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും സത്യത്തിൽ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ മലയാളത്തിൽ എന്തായാലും ഇല്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും ഹൈപ്പുള്ള സാധനം വരാണ്ടോന്ന് അറിയില്ല. പോരാത്തിന് ഡോൺലി അണ്ണൻ എങ്ങാനും ഇതിലുണ്ടെങ്കിൽ, ഈവൻ ഒരു കൈയെങ്കിലും ഡോൺലി അണ്ണൻ്റെ കാണിച്ചാൽ, ഒരു പഞ്ചെങ്കിലും എയറിലൂടെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ മോനെ പിടുത്തം വിടും. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. പോരാത്തതിന് എൻ്റർടൈൻമെൻറ്റ് കിഴി മച്ചാന്മാർ പേഴ്സണലി നമുക്ക് അറിയുന്നതാണ്. അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്തായാലും ഡോൺലി അണ്ണൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പേഴ്സണലി നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിഞ്ഞാണ്. ഞാനും വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ സംഭവം നടക്കുമോ, ഈ സംഭവം ശരിക്കും വരുമോ എന്നൊക്കെയുള്ളൊരു സംഭവമുണ്ട്. ലാലേട്ടനെ കാണണം, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ കാണണം, മറ്റ് അടിപൊളി സംഭവങ്ങളെല്ലാം കാണണം. പ്ലസ് ഡോൺലീൻ്റെ രോപെങ്കിലും ഇതിൽ കാണിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു സംഭവമുണ്ട്. അതറിയാനുള്ളൊരു ത്വരയുണ്ട്. ടീസറിൽ ചിലപ്പോൾ കാണിക്കണമെന്നില്ല, എന്നാലും നമ്മളെന്ന് പുളകിതരാക്കാൻ പൃഥ്വിരാജ് തീരുമാനിച്ചാൽ അങ്ങനെ എന്തെങ്കിലും സാധനം ചിലപ്പോൾ വരാതിരിക്കില്ല. സോ സ്റ്റേ ട്യൂൺ. ഞാൻ നിങ്ങളെ പോലെ കാത്തിരിക്കുകയാണ്. പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എംബ്രാനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എന്താണ്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. 9 മണിക്ക് സാധനം വരും എന്നറിയായിരുന്നു. അതുകൊണ്ട് കാത്തിരുന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാറിൽ നിന്ന് വീഡിയോ ചെയ്യണത്, വേറൊന്നുമല്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം മക്കളെ.